സ്നേഹേ, ഇന്നലെ ഈ ഒരു ന്യൂസ് ശ്രദ്ധിച്ചോ? അനാശാസ്യ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരായി പോലീസുകാർ 2 ASIമാരെയാണ് അറസ്റ്റ് ചെയ്തത്. ആയുർവേദിക് സ്പായിന്റെ മറവിൽ അനാശാസ്യം. നമ്മളിപ്പോ നമ്മുടെ നാട്ടിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഒരുപാട് സ്പാ സെന്റേഴ്സ് വന്നിട്ടുണ്ട് പുതിയതായിട്ട് ഒരുപാട്. അതിൽ തന്നെ കുറെ ആയുർവേദിക് സ്പാ ഉണ്ട്. പിന്നെ അങ്ങനത്തെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പാ സെന്റേഴ്സ്, ബോഡി ആൻഡ് വെൽനസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സെന്റേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ പറയുന്നത് എല്ലാതൊന്നും ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. അതായത് വളരെ എന്താ പറയുക, നിയമത്തിന്റെ ലൈസൻസ്ഡ് പരിധിയിൽ നിന്നുകൊണ്ട് കറക്റ്റായിട്ട് ചെയ്തു പോകുന്ന സ്പാകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നാട്ടിൽ. അതിൻ്റെ എണ്ണം തന്നെയാണ് കൂടുതൽ. പക്ഷെ കൂട്ടത്തിൽ ഇതൊട്ടും കുറവല്ല. ഓക്കെ, സ്പായുടെ മറവിൽ ഇതേപോലെ അനാശാസ്യ കേന്ദ്രങ്ങൾ ഒട്ടും കുറവല്ല. അപ്പോൾ ഇതിപ്പോൾ പോലീസുകാരായ 2 വ്യക്തികൾ ഉള്ളത് കൊണ്ടുകൂടി ഇത് കുറച്ച് കേസ് സെൻസേഷണൽ ആയത്. ഓക്കെ, ഇപ്പോൾ 24 ന്യൂസിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണെന്ന് അവർ ക്ലെയിം ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും അനാശാസ്യ കേന്ദ്രം ഇത് കൊച്ചിയിൽ തന്നെ ഏറ്റവും വലിയ അനാശാസ്യ കേന്ദ്രം എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ന്യൂസ് റിപ്പോർട്ടുകളിൽ കാണാനിടയായത്. ഇപ്പം എന്താണെങ്കിലും നമുക്ക് ആ ന്യൂസ് ആദ്യം നമുക്ക് 24 ന്യൂസിൻ്റെ ഇമ്പാക്റ്റ് നോക്കാം. നഗരമധ്യത്തിൽ പരസ്യമായാണ് കച്ചവടം. എന്ത് കച്ചവടം എന്നല്ലേ? സ്ത്രീയുടെ ശരീരത്തിനും മാനത്തിനും തൂക്കവും വിലയും നിശ്ചയിക്കുന്ന പെൺവാണിഭം തന്നെ. കൊച്ചിയിലെ പെൺവാണിഭ സംഘങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ആയുർവേദിക് സ്പായുടെ മറവിലാണ്. അധികാരികളുടെയും ജനങ്ങളുടെയും മൗനം മുതലാക്കി നിരവധി സെക്സ് റാക്കറ്റുകളാണ് തിരക്കുപിടിച്ച കൊച്ചി നഗരത്തിൽ പ്രവർത്തിക്കുന്നത്. ഹാപ്പി എൻഡിംഗ് എന്നാണ് കോഡ്. അത് പറഞ്ഞാൽ വിളിക്കുന്ന കസ്റ്റമറിന്റെ ഏത് ലൈംഗിക ആവശ്യവും തൃപ്തിപ്പെടുത്തുവാൻ തയ്യാറായി ആളുകൾ എത്തും. കലൂർ, ഇടപ്പള്ളി, നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലാണ് ആയുർവേദിക് സ്പായുടെ മറവിൽ അനാശാസ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. കലൂരിലെ സ്പായുടെ ഉടമസ്ഥനെ ആവശ്യക്കാരൻ എന്ന പോലെ ഞങ്ങൾ വിളിച്ചു. നമുക്ക് ഈ ആഴ്ച ഏതെങ്കിലും ഒരു ദിവസം എന്നുള്ളതായിരുന്നു. ഒരു ഹാപ്പി എൻഡിംഗ് ഒക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ വരുന്നത്. ചൂസ് ചെയ്യാൻ പറ്റുമോ? ഒരു 22 മുതൽ 35 വരെ ഉണ്ട്. കോളേജ് കുട്ടികളാണോ? അതുകൊണ്ട് കുറച്ചു നാളുകൾക്ക് മുൻപാണ് കൊച്ചിയിലെ സ്പാ മസാജിംഗ് സെന്ററുകളെ കേന്ദ്രീകരിച്ച് പോലീസിന്റെ മിന്നൽ പരിശോധന നടന്നത്. എന്നാൽ പേരിന് മാത്രം നടക്കുന്ന അത്തരം തിരച്ചിലുകൾക്കപ്പുറം നടപടി കാര്യക്ഷമമല്ല. മസാജിംഗ് ലൈസൻസ് ദുരുപയോഗം ചെയ്താണ് അനാശാസ്യം. ഭക്തിയെയും ആയുർവേദത്തെയും മറയാക്കി രാപ്പകൽ വ്യത്യാസമില്ലാതെ ലൈംഗിക കച്ചവടം നടത്തുകയാണിവർ. വടക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും മസാജിങ്ങിന് എത്തിക്കുന്ന സ്ത്രീകളെയും ചൂഷണത്തിന് വിധേയരാക്കുന്നു. ദൈഷ എന്ന യൂണിസെക്സ് സ്പായുടെ ഉള്ളിലുള്ളത് അന്യസംസ്ഥാന ലോബിയാണ്. എറണാകുളം നോർത്തിൽ സ്ഥിതി ചെയ്യുന്ന മോക്ഷ മസാജിംഗ് സ്പായിലും ഉപഭോക്താക്കൾക്ക് ഇഷ്ടപ്പെട്ട തെറാപ്പിസ്റ്റുകളെ തിരഞ്ഞെടുക്കാം. ആളുകളെയും മസാജിംഗ് മുറികളും കണ്ട് മസാജിങ്ങിന് താല്പര്യമില്ലെന്ന് അറിയിച്ചാൽ റിസപ്ഷനിൽ ഇരിക്കുന്നവരുടെ വിധം മാറും. ചൂസ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടുപേരും ഉള്ളതാണല്ലോ. എന്തെങ്കിലും ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ? 8 കൊല്ലം ലൈസൻസും ഉണ്ട്. മൊത്തം മലയാളികളല്ലേ? ഇത്തരം കേന്ദ്രങ്ങളിൽ നിരീക്ഷണം നടത്തുവാനുള്ള എല്ലാ സംവിധാനവും പോലീസിനുണ്ട്. എന്നിട്ടും നിർഭയം തുടരുകയാണ് സ്പായുകളുടെ പ്രവർത്തനം. ഒരിക്കൽ പെട്ടുപോയി എന്ന ഒറ്റ കാരണത്തിന്റെ പേരിൽ ഈ സെക്സ് റാക്കറ്റുകളുടെ പിടിയിൽ നിന്ന് വഴുതാനാകാതെ ഒട്ടനവധി പെൺകുട്ടികൾ, അവരിൽ ഭൂരിഭാഗവും കോളേജ് വിദ്യാർത്ഥിനികൾ. അവരുടെ മോചനം സാധ്യമാകാത്തത് നമ്മുടെ പോലീസ് സംവിധാനങ്ങളുടെ പിടിപ്പുകേടെന്ന് പറയാതെ വയ്യ. ഇതാണ് 24ന്റെ ഇമ്പാക്ട്. ഞങ്ങൾ കുറെ കാലമായിട്ട് ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. നമ്മൾ ബാംഗ്ലൂർ ഉള്ളപ്പോഴും നമുക്കറിയാം മസാജ് സെന്ററുകളിൽ അവിടെ ലൈക്ക് ഹാപ്പി എൻഡിങ്ങും ബാക്കി പരിപാടികളൊക്കെ അവിടെ ഭയങ്കര യൂഷ്വൽ സാധനങ്ങളാണ്. അവിടെയാണെന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ നമ്മൾ ചില മസാജ് പാർലേഴ്സിനെ പോലീസുകാരുടെ വണ്ടി സാധനങ്ങൾ കാണുന്നത് അവർ കസ്റ്റമറായി പോയതാണോ പിടിക്കാൻ പോയതാണോ നമുക്ക് അറിയാൻ പാടില്ല. നമ്മുടെ നാട്ടിലേക്കും ഇപ്പൊ ഈ ഒരു സംഗതി ആയുർവേദ മസാജിന്റെ ബാക്കിൽ ഞാൻ സേനോട് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ നാട്ടിൽ ശരിക്കും ബ്രോത്തൽസ് വേണം, സെക്സ് ബ്രോത്തൽസ് വേണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ അറിയോ,
ഈ മദ്യം, ലോട്ടറി, അങ്ങനെ കുറെ ഇതിപ്പോ ഞാൻ പറഞ്ഞു ഈ ഒരു ന്യൂസ് ഇമ്പാക്റ്റിൽ പറയുന്ന ഒരു കാര്യം ഇവർ സ്ട്രെസ് ചെയ്ത് പറയുന്നത്, ശരീരം വിൽക്കുന്നതിലേക്ക് ഇവരെ പ്രേരിപ്പിച്ച് അല്ലെങ്കിൽ ഇവരെ നിർബന്ധിപ്പിച്ച് ഇവരെ പേടിപ്പിച്ച് കൊണ്ടുവരാൻ ദാറ്റ്സ് എ ഫാക്ടർ. അങ്ങനെ ഉണ്ട് കേട്ടോ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ചിലരെ പെടുത്തുന്നതുണ്ട്, പെട്ടുപോയിട്ട് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. പക്ഷെ മെജോറിറ്റി ആളുകളും അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, ഈ തൊഴിൽ ചെയ്യാണ്. ഓക്കെ, ആൻഡ് ഇവർ ഈ തൊഴിലിലേക്ക് എത്താൻ കാരണം എന്ന് പറയുന്നത് അവരുടെ ജീവിത സാഹചര്യങ്ങളും പ്രശ്നങ്ങളും അതും ഇതൊക്കെയാണ്. അല്ലെങ്കിൽ ഗവൺമെന്റ് കൃത്യമായിട്ട് ഇത് അഡ്രസ് ചെയ്യണം. ഇങ്ങനെ പ്രശ്നമുള്ളവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അഡ്രസ് ചെയ്ത് സൊസൈറ്റി ഇങ്ങനെ ഒരു സ്ത്രീ ഈ തൊഴിലിലേക്ക് പോവാതിരിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് കറക്റ്റ് പ്രൊട്ടക്ഷൻ കൊടുക്കണം. അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ മുന്നോട്ട് ഇതൊരു മാർഗമായിട്ട് അവരെടുത്തിട്ട് തൊഴിലായി കണ്ടുകൊണ്ട് ഇവരെന്ത് ചെയ്യാണ്, ഈ ജോലിയിലേക്ക് വരികയാണ്. അങ്ങനെയുള്ള ആളുകളുടെ എണ്ണമാണ് മെജോറിറ്റി കൂടുതൽ. അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ പെട്ടുപോയി ഇവര് മാംസക്കച്ചവടത്തിലേക്ക് പെട്ടുപോയി എന്നുള്ള ഒരു ഇതോ അല്ലെങ്കിൽ അത് ഭീഷണിപ്പെടുത്തിയ സ്ഥലങ്ങളുണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി ഇപ്പൊ അത് കുറവാണ്. നമുക്കറിയില്ല ഡീറ്റെയിൽസ് അറിയില്ല, പക്ഷെ നമ്മളൊരു ഇതില് അത് കുറവാണ് ആ സാധനങ്ങൾ. അപ്പോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ ഈ പറഞ്ഞ മസാജ് പാർലേഴ്സ് നമ്മുടെ നാട്ടിലും അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള ഈ മസാജ് പാർലേഴ്സും പരിപാടികളൊക്കെ നിരീക്ഷിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും പോലീസിനുണ്ട്. ഓക്കെ, ഗവൺമെന്റിനും ഉണ്ട്. അപ്പൊ പിന്നെ അവർക്ക് നിരീക്ഷിച്ചാൽ മതി. അപ്പൊ ഇത് കൃത്യമായി നിരീക്ഷണം നടക്കാത്തത് കൊണ്ടാണല്ലോ ഇത് 8 വർഷമായിട്ട് അവിടെ നടക്കുന്നതാണ് ആ ലേഡി പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടുള്ളൊരു അങ്ങനെ ഒരു ആവശ്യം എന്താ, ഒരു നിയമം കൊണ്ടുവന്ന് നിയമം കൊണ്ടുവരിക ഇതെന്താക്ക് ലൈസൻസ്ഡ് ആക്കുക. ഇപ്പൊ ഞാൻ പട്ടായ പോയ ഒരാളാണ്. പട്ടായ പോയപ്പോ അവിടെ ലൈസൻസ് ആണ്, ഓരോരുത്തർക്ക് ലൈസൻസ് ഉണ്ട് അവിടെ. ആ ലൈസൻസ് വെച്ചിട്ട് അവർക്ക് ഹോട്ടൽ റൂമിൽ കയറാം, അവർക്ക് മസാജ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഒക്കെ ലൈസൻസ് ആണ് അവിടെ, ലൈസൻസ്ഡ് പരിപാടികളാണ് അവിടെ ചെയ്യുന്നത്. ഇതിൽ നിന്നൊരു വരുമാനം സർക്കാരിനും കിട്ടിക്കോട്ടെ, സേഫ് ആയിട്ട് കാര്യങ്ങൾ. ഇതിനൊരു ഓഡിറ്റ് വരും. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇതിന് ഓഡിറ്റ് ഇല്ല, ഇത് സേഫ് അല്ല. ഞാൻ പറയുമ്പോൾ ഇതിനൊരു ഓഡിറ്റ് ഇല്ല, ഇത് സേഫ് അല്ല. ഇതിലൂടെ എന്തെങ്കിലും രോഗം, പകർച്ച കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ സർക്കാരിനോ ബാക്കി ആളുകൾക്കോ ഇത് കൺട്രോൾ ചെയ്യാനോ അറിയാനോ പറ്റില്ല. നേരെ മറിച്ച് ഇത് ലീഗലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, കുഴപ്പമില്ല, സാധനം ഓക്കെ. കാരണം ഇവിടത്തെ ഏറ്റവും വലിയ ക്രൈം റേറ്റ് ഇപ്പൊ എന്താ നടക്കുന്നത്, സ്ത്രീകൾക്കെതിരെയുള്ള ഇമാതിരി അത് ഇത് കുറെ പരിപാടികൾ. കുറെയൊക്കെ കഴപ്പുള്ളവർ അവിടെ പോയിട്ട് കാശ് കൊടുത്ത് തീർത്തിട്ട് പോകുന്നുള്ളൂ. ഓക്കെ, നമ്മളെ സൊസൈറ്റിയിൽ ഈ സാധനം ഇപ്പൊ ഇതെന്തോ വലിയ സംഭവം പ്രശ്നമായിട്ട് കാണുന്ന ആൾക്കാരോടാണ് പറയാനുള്ളത്. പണ്ട് ഈ ദേവദാസിമാർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നമ്മുടെയൊക്കെ പുണ്യപുരാണങ്ങളിൽ വരെ ഉണ്ടല്ലേ. ദേവദാസിമാർ എന്താണ് അവരെന്താണ്, സ്ലേവ്സ് ആണ്. അപ്പൊ ദേവദാസി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിൽ ബിൽഡ് ചെയ്തൊരു ഭാരത സംസ്കാരമാണ്. ഇതൊക്കെ പക്ഷെ നമ്മുടെ സൊസൈറ്റി വരുമ്പോ അതൊരു ചിന്ത വേറെ. അല്ലെ, എല്ലാം പുണ്യപുരാണങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ പൈതൃകം, നമ്മുടെ പഴമ, ഹിസ്റ്ററി എന്നൊക്കെയാണ് പറയുന്നത്. ദേവദാസി നമ്മുടെ ഹിസ്റ്ററിയിലുള്ളതല്ലേ. പക്ഷെ അത് അതിനെ തൊഴിലായിരുന്നില്ലേ. രാജാക്കന്മാരുടെ കാലത്ത് ദേവദാസിമാരൊരു തൊഴിലാണ്. ഈ ഭഗവാന്മാരെയും ദേവന്മാരുടെയും സദസ്സുകളിൽ ദേവദാസിമാരുണ്ട്. പക്ഷെ അത് ഗ്ലോറിഫൈ ചെയ്തിട്ട് എവിടെയും പറഞ്ഞിട്ടുള്ള രീതിയിലാവാം ചിലപ്പോ അതൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇത് പല സ്ഥലത്തും അല്ലെങ്കിൽ ഇത് ചെയ്യുന്നതിന് നല്ല ഒരു നിയമം വേണം. ചെയ്യരുത് എന്നുള്ള രീതിയിൽ ശിക്ഷ കൊടുക്കണം, എന്തെങ്കിലും സംഭവം ചെയ്യണം, അത്രേ ഉള്ളൂ. ഇതിപ്പോ രണ്ടും കെട്ട അവസ്ഥയാ. ശിക്ഷ ഉണ്ടോ വെച്ചാൽ ശിക്ഷ ഇല്ലേനു, അതാണ് ഏറ്റവും രസം. അപ്പൊ അല്ല, എങ്ങനെ ശിക്ഷിക്കാൻ പറ്റും ഒരാണും പെണ്ണും? അല്ല, അത് ഗവൺമെന്റ് ഓർഡർ ഇല്ലേ, സുപ്രീം കോടതി ഓർഡർ. അവര് പറയാണ് പരസ്പര സമ്മതത്തോടുകൂടിയാന്ന് പറഞ്ഞാൽ ഇത് കച്ചവടമാവുന്ന എങ്ങനെയാ വെച്ചാൽ ഈ മസാജ് പാർലേഴ്സിന്റെ സ്പാന്റെ ലൈസൻസ് വെച്ചിട്ട് അവിടെ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ക്യാഷ് ഉണ്ടാക്കണില്ല ഉദ്ദേശം. അത് നിയമവിരുദ്ധമാണ്. എടി, ഒരു മസാജ് പാർലർ സ്പാ സെന്റർ എന്ന് പറഞ്ഞിട്ട് അവിടെ കാശ് വാങ്ങി ഈ സാധനം അത് കച്ചവടമാണ്. അത് ലീഗലല്ല, അത് ഇന്ത്യയിലില്ല, അത് കച്ചവടമായി പോയി. ഇനി പോലീസുകാരുടെ ആ ഒരു സ്പാ സെന്ററിന്റെ കേസ് ഇട്ടാ. കൊച്ചി ട്രാഫിക് ഈസ്റ്റ് സ്റ്റേഷനിലെ ASI രമേശൻ, പാലാരിവട്ടം ASI ബ്രിജേഷ് എന്നിവരെയാണ് കടവന്ത്ര പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരുവരും കടവന്ത്രയിലെ ലോഡ്ജ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച സംഘത്തിന്റെ ബെനാമികളാണെന്ന് പോലീസ് പറഞ്ഞു. കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന അനാശാസ്യ കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയെ തുടർന്ന് കഴിഞ്ഞ ഒക്ടോബറിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിനിടയിലാണ് കടവന്ത്രയിലെ ഒരു അനാശാസ്യ കേന്ദ്രത്തിന്റെ നടത്തിപ്പിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ബ്രിജേഷിനും രമേശിനുമെതിരെ തെളിവുകൾ ലഭിച്ചു. അനാശാസ്യ കേന്ദ്രത്തിലൂടെ ഇവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടായതായും കണ്ടെത്തി. തുടർന്ന് 2 പേരെയും കസ്റ്റഡിയിലെടുത്ത് കടവന്ത്ര പോലീസ് ചോദ്യം ചെയ്തിരുന്നു. വൈകുന്നേരത്തോടെയാണ് ASI രമേശിന്റെയും ASI ബ്രിജേഷിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത്.
അനാശാസ്യ കേന്ദ്ര നടത്തിപ്പിൽ കൂടുതൽ പേരുടെ പങ്ക് പോലീസ് അന്വേഷിച്ചു വരികയാണ്. പെൺവാണിഭ കേന്ദ്രങ്ങളുടെ നടത്തിപ്പിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ പങ്ക് പുറത്തുവന്നത് സേനയ്ക്കാകെ നാണക്കേടായിട്ടുണ്ട്. ഇതിപ്പോ ഈ അനാശാസ്യ കേന്ദ്രത്തിൽ 2 പോലീസുകാർ ബിനാമിന്ന് ഇവര് പറയുന്നു. ഇവിടെ പല പബ്ബുകള്, ഇവിടുത്തെ പല വലിയ വലിയ ഹോട്ടൽസ്, ഇവിടുത്തെ പല മറ്റേ റിസോർട്ടുകള്, ഇതിലൊക്കെ പോലീസുകാരല്ല, ഇവിടുത്തെ രാഷ്ട്രീയക്കാരും മത നേതാക്കന്മാരും ഇവിടുത്തെ വലിയ വലിയ ബിസിനസ്സുകാർക്കൊക്കെ പങ്കുള്ള ഇതിലും വലിയ വലിയ സംഗതികൾ നടക്കുന്നു. ഇതൊക്കെ ചെറിയ ചെറിയ മീനുകളാണ്, സ്രാവുകളൊക്കെ സുഖമായിട്ട് നടക്കാണ്. ഇത് നിയമമാക്കണം നല്ല വെച്ചോ നല്ല. ഈ ഒരു കമന്റ് വായിച്ചാ ഫേസ്ബുക്കിൽ വന്നത്, ഇത് നിയമപരമാക്കിയാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഇത് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ അത്യാവശ്യവും വേണ്ടുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു. ആളുകൾക്ക് അവരുടെ മാനസികാവസ്ഥ നിലനിർത്താനോ അല്ലെങ്കിൽ സന്തോഷത്തിനുമായി ഇത്തരം ഇടങ്ങൾ തേടി പോകുന്നുണ്ടെങ്കിൽ അത് നിയമപരമായി സുരക്ഷിതമായി നടത്തുവാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. ഇവരെല്ലാം പിടിച്ച് ജയിലിൽ അടച്ചു കളയാം എന്ന് അതോടുകൂടി ലോകം നന്നാവും എന്ന് കരുതുന്നതിൽ എന്ത് ശരിയാണുള്ളത്? ഇത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കുകയും അത് സുരക്ഷിതമായി നടത്താനുള്ള സാഹചര്യം സർക്കാർ ഒരുക്കിയില്ലെങ്കിലും അതിന് തടയാതെങ്കിലും ഇരുന്നാൽ അത് നടന്നുകൊള്ളും. പിന്നെ ഇന്ന് പിടിക്കപ്പെട്ടതിലുള്ള ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളൊരു പ്രശ്ന പരിഹാരം ചെല്ലുന്ന ഇടങ്ങളിലുള്ള അധികാരികളാണ് ഇതിന്റെ എല്ലാം നടത്തിപ്പിന്റെ പിറകിൽ എന്നറിയുമ്പോൾ സീമോറോട് കമന്റ് സെക്ഷനകത്ത് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അതായത് ചിലർക്ക് ഇപ്പൊ കല്യാണം തന്നെ കഴിയാത്ത ഫ്രസ്ട്രേഷനിൽ നടക്കുന്നവരുണ്ടാവും, കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ആയി നടക്കുന്നവരുണ്ട്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഞാൻ പറഞ്ഞു രണ്ടാണെങ്കിലും നമ്മളെ നാട്ടില് ബ്രോത്തൽസ് എന്ന് പറഞ്ഞൊരു കാര്യത്തിന് ഇപ്പോ ഞാൻ പറയുമ്പോ ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ആവശ്യമുള്ളവർ അവിടെ പോയാൽ പോയി, ആവശ്യമുള്ളവർ പോയിക്കോട്ടെ. ഇപ്പൊ ഞാൻ പറയാം, ഇനിയിപ്പോ ഈ സ്പാ സെന്റർ ആണെങ്കിൽ തന്നെ വെച്ചോ, പോകുന്നവൻ ആവശ്യമുള്ളവനല്ലേ പോണേ, അല്ലാതെ അവര് പുറത്തിറങ്ങിയിട്ട് വഴിന്ന് വലിച്ചു കയറ്റി കൊണ്ടിട്ട് പിടിച്ചോണ്ട് പോകുന്നതാണോ? അല്ലല്ലോ, അവിടെ അല്ലല്ലോ, അതല്ലല്ലോ ചെയ്യുന്നത്. അവിടെ ആരും വലിച്ച് അങ്ങോട്ട് ഉള്ളിൽ കയറ്റി കൊണ്ടുപോകണില്ല. ഈ പറഞ്ഞ ആളുകള് തപ്പിത്തെരഞ്ഞ് കോളും വിളിച്ച് പോയിട്ടാണ് ചോദിക്കുന്നത് കിട്ടുമെന്നുള്ളത്. സോ ഇതിന് ആവശ്യക്കാരുണ്ട്. പല നാടുകളിലും ഇത് ആ നാടിന്റെ സമ്പദ് വ്യവസ്ഥേന്റെ ഒരു ബിസിനസിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ്. മനസ്സിലായോ? അപ്പൊ അവിടെ ക്രൈം റേറ്റ്സും കുറവാണ്. ഈ ഒരു കാരണം ഉള്ളത് കൊണ്ട് തന്നെ ക്രൈം റേറ്റ്സും കുറവാണ്. മെയിൻ ആയിട്ട് നമ്മുടെ നാട്ടില് കുറച്ച് ന്യൂസ് കേട്ടില്ലേ, കോളേജ് ചെന്നൈയില് കഴപ്പ് മൂത്ത എന്തോ ബിരിയാണി വിൽക്കണല്ലേ, റോഡ് സൈഡിൽ ബിരിയാണി വിൽക്കുന്ന ആള് കോളേജിൽ കയറി കുട്ടിയെ പീഡിപ്പിച്ചു വിട്ടത്. അങ്ങനത്തെ കഴപ്പന്മാർക്കൊക്കെ ഇവിടെ കയ്യിൽ കാശുണ്ടോ പോയിക്കോട്ടെ, ഇല്ലെങ്കിൽ അളം പറഞ്ഞിട്ട് ചെയ്തിട്ട് പോയിട്ട് എന്നുള്ള അവസ്ഥയില്. അതെ, നമ്മള് കേട്ടില്ല, ബാംഗ്ലൂർ തന്നെ ഉണ്ടല്ലോ. നമ്മളിപ്പോ വിചാരിക്കുന്ന പോലെ ഞാൻ അങ്ങനെ ഇതായിട്ട് പറയില്ല, കുറെ കാശ് കൊടുത്തിട്ടോ അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് ഉള്ളത്. മീൻസ് നമുക്ക് ഞാൻ കേട്ടിട്ടില്ല അധികം പൈസ കൂടുതലൊന്നും. എവിടെ? ബാംഗ്ലൂർ പല രീതിയിലാണ്. ബാംഗ്ലൂരൊക്കെ പറഞ്ഞാൽ പണ്ട് മുതലേ ഉള്ളതാണ്, മടിവാളയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ ഭയങ്കര ഇവർക്ക് പൈസ കൊടുക്കണ്ടേ എന്നുള്ള രീതിയിൽ ചിന്ത വെക്കുന്നവരോട് ഞാൻ പറയുന്നത്. മടിവാള, KR മാർക്കറ്റ് ഒക്കെ അറിയാലേ, പട്ടായ പോയി വന്നല്ലേ മോളെ. ബാംഗ്ലൂരൊക്കെ എന്തല്ലേ ബാംഗ്ലൂർ. അപ്പൊ ഞാൻ പറയുമ്പോ നിയമപരമാക്കുക എന്നുള്ളത് ഒരു നല്ല ഓപ്ഷനാണ്. പിന്നെ ഇങ്ങനെ ഹരം കൊണ്ട് മറ്റേ റേപ്പ് ആക്ടിവിറ്റി ചെയ്യുന്നവരുടെ പിന്നെ വേറെ ഒന്നുമില്ല, നമ്മുടെ സൗദി നിയമം അത്രേ ഉള്ളൂ. അത് അങ്ങനത്തെ കൊണ്ടുപോയിട്ട് ഈ നിയമവും വന്നു, ബ്രോത്തലും വന്നു, അതിന് ശേഷവും കണക്ക് തീരുന്നില്ല എന്നുണ്ടെങ്കിൽ വെട്ടിക്കളയാൻ. ഓക്കെ, എന്താണെങ്കിലും ഇങ്ങനെ പിടിച്ചു മസാജ് സ്പാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഞാൻ ഇങ്ങനത്തെ കുറെ ന്യൂസിൽ ഞാൻ മെസ്സേജസ് കാണാറുണ്ട്, കമന്റ്സ് കാണാറുണ്ട്, കുറെ പോസിറ്റീവ് കമന്റ്സ്. അതായത് പോസിറ്റീവ് അല്ല സ്നേഹ, ഇറ്റ്സ് ഇന്നവിറ്റബിൾ. ഞാൻ എപ്പോഴും പറയുന്നത് ഇറ്റ്സ് ഇന്നവിറ്റബിൾ എന്ന് പറയാൻ കാരണം ഇൻ കമ്മിങ് ഇയേഴ്സ് മേ ബി ഇൻ എ 10 years സ്പാൻ ഇന്ത്യയിൽ ബ്രോത്തൽസ് വരും, വരണം, കൊണ്ടുവരും. വന്നു കഴിഞ്ഞാൽ അത് നല്ലതാണ്. ലീഗലൈസ്ഡ് ബ്രോത്തൽസ് വരും. ഇപ്പൊ റെഡ് സ്ട്രീറ്റ് ഇല്ലേ ബോംബെയില്, മനസ്സിലായോ? അപ്പോ ലീഗാലിറ്റി ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ കൊടുക്കാവുന്ന കാര്യമാണ്, ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, ഇനി ഇതിനിടയിൽ മറ്റേ ഈ ആർഷഭാരത സംസ്കാരം, എന്ത് ആർഷഭാരത സംസ്കാരത്തിലുള്ള തന്നെയാണ് എന്ത് ദേവദാസിമാര്. ഇത് പുതിയതായിട്ടുണ്ടാക്കിയ കാര്യങ്ങളൊന്നുമല്ല. നല്ല വെട്ടമുണ്ട് അതിനടിയിൽ. ശരി, ശ്രദ്ധിച്ച സായിനെ അല്ല, നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ പറഞ്ഞു എന്നുള്ളൂ. പക്ഷെ അത് നല്ലൊരു നല്ലതിനാണെങ്കിൽ നല്ലതാണെന്ന രീതിയിലാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ ഇന്ന് നാളെ മുതൽ ഇനി നാളെ മുതൽ ഇത് പറഞ്ഞ ആവശ്യമുള്ളവര് പോയാൽ മതി, ആവശ്യമുള്ളവര് പോയിക്കോട്ടെ. അപ്പൊ ആവശ്യമില്ലാത്തവരാരും ഉണ്ടാവില്ല. ഓക്കെ ഗൈസ്, ബൈ.